രാജ്യത്ത് ബുൾഡോസർ രാജ് തടഞ്ഞ് സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ അനുമതിയില്ലാതെ കെട്ടിടങ്ങളും വീടുകളും ബുൾഡോസറുകൾ ഉപയോഗിച്ച് പൊളിക്കരുത്. പൊതു റോഡുകൾ, നടപ്പാതകൾ, റെയിൽവേ ലൈനുകൾ, ജലാശയങ്ങൾ എന്നിവിടങ്ങളിലെ കയ്യേറ്റങ്ങൾക്ക് ഉത്തരവ് ബാധകമല്ല. ബുൾഡോസർ രാജിനെതിരായ ഹർജികൾ ഒക്ടോബർ 1 വീണ്ടും പരിഗണിക്കും. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, ബുൾഡോസർ രാജിനെ സുപ്രീം കോടതി തടയുകയാണ്. ഒരു അനുമതിയുമില്ലാതെ വീടുകൾ പൊളിക്കുന്നത് കുറച്ച് കാലങ്ങളായി അത് തുടർന്നു വരുന്ന ഒരു പ്രവണതയായിരുന്നു. പ്രത്യേകിച്ച് ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുണ്ടാകുന്നത് ജനങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെയുള്ളത് വളരെ വ്യക്തമായിരുന്നു പല സംഭവങ്ങളിലൂടെ. അതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? തന്നെ ഉത്തർപ്രദേശിലടക്കം ചില സംസ്ഥാനങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തവരുടെ വീടുകളും അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട വസ്തുക്കളും തകർക്കുന്ന ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർക്കുന്ന നിലപാടുകൾ ഉണ്ടായിരുന്നു. ഈ നിലപാടുകൾക്കെതിരെയായിരുന്നു സുപ്രീം കോടതിയിൽ ഹർജികൾ എത്തിയിരുന്നത്. കഴിഞ്ഞ തവണ ഈ ഹർജികൾ പരിഗണിച്ചപ്പോൾ ബുൾഡോസർ രാജിനും അതുപോലെ തന്നെ ചില സർക്കാരുകൾക്കെതിരെയും സുപ്രീം കോടതി അതിരൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. എന്നാലും ഇന്ന് സുപ്രീം കോടതി ബുൾഡോസർ രാജിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒക്ടോബർ 1 വരെ ബുൾഡോസർ രാജ് രാജ്യത്തെ ഒരു ഭാഗത്തും നടത്തരുതെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതി നിർദ്ദേശമില്ലാതെ ബുൾഡോസർ രാജ് നടത്തരുതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ പൊതു റോഡുകൾ, നടപ്പാതകൾ, റെയിൽവേ ലൈനുകൾ, ജലാശയങ്ങൾ എന്നിവിടങ്ങളിലെ ഈ കയ്യേറ്റങ്ങൾക്ക് ഇത്തരത്തിൽ ഒഴിപ്പിക്കുന്നതിനോ അതുപോലെ തന്നെ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കുന്നതിനോ നിയന്ത്രണമില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ജസ്റ്റിസുമാരായ BR ഗവായി, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഇപ്പോൾ തീരുമാനം. എന്തായാലും ഈ ഹർജികൾ ഒക്ടോബർ 1 പരിഗണിക്കുമെന്നും ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ഉയർത്തിയിരുന്നു. ഇത്തരത്തിൽ ഈ നീതി അതുപോലെ തന്നെ രാജ്യത്തെ നിയമങ്ങൾക്ക് മേൽ ബുൾഡോസർ ഓടിക്കുന്നതിന് തുല്യമാണ്. ഇത്തരത്തിൽ നീതിയെ ഹനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഇത്തരത്തിൽ ബുൾഡോസർ രാജ് ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. എന്തായാലും ബുൾഡോസർ രാജിന് ഇപ്പോൾ ഒരു താൽക്കാലിക നിയന്ത്രണം സുപ്രീം കോടതി ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒക്ടോബർ 1 വരെയാണ് ബുൾഡോസർ രാജ് ഒരിടത്തും നടപ്പാക്കരുതെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി അരവിന്ദ്.